എത്രയൊക്കെ ശക്തനായ പ്രതിഷേധക്കാരനാണ് എന്ന് പറഞ്ഞാലും ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരു പുരുഷന്റെ തീരുമാനങ്ങളെയൊക്കെ നിസ്സാരമായി മാറ്റിമറിക്കാം. ആ സ്ത്രീ നിങ്ങളുടെ ഭാര്യയാകാം, അമ്മയാകാം, കാമുകിയാകാം. ഗീതാഞ്ജലി ആങ്മു. ഈ പേര് കേട്ടാൽ പെട്ടെന്നൊന്നും ആരാണെന്ന് ചിലർക്ക് മനസ്സിലാകില്ല. സോനം വാങ്ചുക്കിന്റെ ഭാര്യയാണ് ഗീതാഞ്ജലി ആങ്മു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ സമരത്തിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള നീക്കത്തെ തിരിച്ചറിഞ്ഞത് ഭാര്യ ഗീതാഞ്ജലിയാണ്. അതിനെതിരെ വളരെ ശക്തമായ ഭാഷയിലാണ് ഭാര്യ ഗീതാഞ്ജലി വിമർശനം നടത്തിയത്. ഒരു ദിവസം പോലും സമരപ്പന്തലിൽ രാഹുൽ ഗാന്ധി വന്നിട്ടില്ല. അതിനുശേഷം സമരത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ തട്ടിയെടുക്കാൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ സമരം നടത്തിയ വഞ്ചകൻ എന്നാണ് ഗീതാഞ്ജലി ആങ്മു രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിച്ചത്. ശരിക്കും ആ ഒരു മാനസികമായ ആ ഒരു ചിന്തയിലുണ്ടായ ആ ഒരു മാറ്റം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു അടുപ്പം തോന്നാനും നമുക്ക് ഈ സമരം അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഈ നിരാഹാരം അവസാനിപ്പിക്കാം എന്ന ഒരു അയവ് വരുത്താനും വാങ്ചുക്കിന്റെ മനസ്സിൽ വന്ന ചിന്തയ്ക്ക് കാരണമായത് എന്ന് തന്നെയാണ് ഒരു വിലയിരുത്തൽ വരുന്നത്. അതിന് കാരണമായത് ഗീതാഞ്ജലി ആങ്മു എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ്. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ മുതലെടുപ്പ് അവർ മനസ്സിലാക്കി. അതിനേക്കാൾ മോദിയുടെ ആത്മാർത്ഥതയിൽ സോനം വാങ്ചുക്കിന് കൂടുതൽ വിശ്വാസം ഉണ്ടാകാൻ കാരണമായത് അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലി തന്നെയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം അവസാനിപ്പിക്കാനുള്ള സൂചനകൾ നൽകി സോനം വാങ്ചുക്ക് 26 ദിവസത്തെ നിരാഹാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ അർദ്ധരാത്രിയിലാണ്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ മുതലെടുപ്പിനേക്കാൾ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ ആത്മാർത്ഥതയാണ് സോനം വാങ്ചുക്കിന് ഇഷ്ടപ്പെട്ടത്. മോദി നീറ്റ് പരീക്ഷാ ചോർച്ചയ്ക്ക് കാരണക്കാരായ കുറ്റവാളികളെ അതിവേഗ കോടതി സ്ഥാപിച്ച് പരമാവധി വേഗത്തിൽ ശിക്ഷിക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ ദില്ലി ഹൈക്കോടതി അതിവേഗ കോടതി സ്ഥാപിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഭാവിയിൽ പേപ്പർ ചോർച്ച തടയാൻ ലക്ഷ്യമിടുന്ന ബിൽ അവതരിപ്പിക്കുമെന്ന് വ്യാഴാഴ്ച അർദ്ധരാത്രി മോദി പങ്കുവച്ച വീഡിയോയിൽ പ്രഖ്യാപിച്ചു. ഇതൊക്കെ സോനം വാങ്ചുക്കിന്റെ മനസ്സ് മാറ്റാൻ ഉള്ള കാരണമായി. എന്തായാലും പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും മോദിയുടെ വസതിക്ക് മുൻപിൽ നടത്തിയ രാഷ്ട്രീയ മുതലെടുപ്പ് നാടകമാണ് സോനം വാങ്ചുക്കിനെ മോദിക്ക് അനുകൂലമാക്കിയത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇനി ആരാണ് ഗീതാഞ്ജലി എന്ന് പറയാം. ലഡാക്കിലെ വിദ്യാഭ്യാസ കമ്മ്യൂണിറ്റി വികസന മേഖലകളിലെ പരിവർത്തന പ്രവർത്തനങ്ങൾക്ക് വ്യാപകമായി അംഗീകരിക്കപ്പെട്ട വിശിഷ്ട ഇന്ത്യൻ സാമൂഹിക സംരംഭ വിദ്യാഭ്യാസ വിദഗ്ധ ഡോക്ടർ ഗീതാഞ്ജലി ആങ്മു നിലവിൽ ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ലഡാക്കിന്റെ സ്ഥാപക, സിഇഒ, ഡീൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിക്കുന്നു. സാമൂഹിക സംരംഭകത്വത്തിലേക്ക് മാറുന്നതിന് മുമ്പ് കോർപ്പറേറ്റ് മേഖലയിൽ വളരെ നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കുകയും പുഷാൻ, ഷാങ്ഹായ് പവർ പ്രോജക്ട്സ് ലിമിറ്റഡ് തുടങ്ങിയ സംരംഭങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. സാമൂഹിക ക്ഷേമത്തോടുള്ളവരുടെ പ്രതിബദ്ധത, ഹീലിയോസ് ബുക്സ്, ഓം ഹോസ്പിറ്റലുകൾ, ലവ് യുവർ ലിവർ ഫൗണ്ടേഷൻ എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന സംഘടനകൾ സ്ഥാപിക്കുന്നതിലേക്ക് അവരെ നയിച്ചു. 2017 സോനം വാങ്ചുക്കിനൊപ്പം അവർ HIAL സ്ഥാപിച്ചു. സന്ദർഭോചിതവും അനുഭവപരവും സമഗ്രവുമായ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പർവ്വത സമൂഹങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേക മാതൃകയാണ് ഈ സ്ഥാപനം നൽകുന്നത്. മഹാരാഷ്ട്ര ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ബോർഡിന്റെ ഉപദേഷ്ടാവായി സേവനം അനുഷ്ഠിക്കുന്നു. ചെന്നൈയിൽ കേംബ്രിഡ്ജുമായി ബന്ധപ്പെട്ട ഒരു സ്കൂളിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. സമൂഹത്തിൽ അവർ ചെലുത്തിയ ഗണ്യമായ സ്വാധീനത്തിന് നീതി ആയോഗിന്റെ വിമൻ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അവാർഡ് നൽകി ആദരിച്ചു. ശ്രീ അരബിന്ദോയുടെ തത്വചിന്തയുടെയും വേദങ്ങളുടെയും അർപ്പണബോധമുള്ള വിദ്യാർത്ഥിനിയാണ് അവർ. തന്റെ വികസന ചട്ടക്കൂടുകളിൽ ആത്മീയ ഉൾക്കാഴ്ചകൾ സമന്വയിപ്പിക്കുന്ന വ്യക്തിയാണ്. രാഷ്ട്ര നിർമ്മാണത്തിനായുള്ള സമഗ്രമായ സമീപനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അവർ ട്രാൻസ്ഫോം ഇന്ത്യയും സ്ഥാപിച്ചു. ന്യൂസ് ഡെസ്ക് കർമാസ്.